ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയ 2 അടിപൊളി പുഡിംഗ് റെസിപ്പീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ബ്രെഡ് കസ്റ്റാർഡ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 പീസ് ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ബ്രെഡൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് പാലിലേക്ക് 1 കപ്പ് പാലെന്ന് പറഞ്ഞാൽ 250 ml ആണ്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് പാലും പിന്നെ 1 കപ്പ് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചതും. അപ്പം മൊത്തം 4 കപ്പ് പാല്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആവണ വരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു ട്രേ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പീസിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ബ്രെഡൊക്കെ നല്ല സോക്ക് ആവുള്ളൂ. നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒരുമിച്ച് ബ്രെഡ് പീസസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചാലും മതി. പക്ഷെ എല്ലാ ബ്രെഡും നല്ലപോലെ സോക്ക് ആവാനാണ് ഞാൻ 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ എല്ലാ കസ്റ്റാർഡ് മിക്സും ബ്രെഡും നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കസ്റ്റാർഡ് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി തിക്കാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് പുഡിംഗ് സെറ്റ് ആവും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുക്കാം. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തതിന് പകരം ഒരു 4-4.5 ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുഡിംഗ് സെറ്റ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ഗാർണിഷ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കസ്റ്റാർഡും ബ്രെഡും മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇവിടെ കുറച്ച് ചെറിയും നട്ട്സ് ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് ഒരു ബ്രെഡ് പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് പഞ്ചസാരയും പൈനാപ്പിളും നല്ലപോലെ ഒന്ന് കുക്ക് ആവണം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് പൈനാപ്പിളിൻ്റെ പീസസും ആ സിറപ്പും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം.
ഇതിപ്പോൾ 2 എണ്ണം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളിൻ്റെ പീസസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കുമ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതും ഇവിടെ അരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റ് 36 ഗ്രാം ഈച്ച്. ഇത് റൂം ടെമ്പറേച്ചറിൽ വച്ചിരുന്ന പൗഡറാണ്. പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ്. അതിലേക്ക് 80 ml തണുത്ത പാലൊഴിച്ച് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കല്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ലോ ടു ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ഇടരുത്. ഇപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ബൗളിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടിലുള്ള ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കി കട്ടർ കൊണ്ടോ ഒരു കുപ്പിയുടെ മൂടി കൊണ്ടോ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബ്രെഡിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൈനാപ്പിളിൻ്റെ സിറപ്പില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പൈനാപ്പിളിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഇനി പൈനാപ്പിൾ ക്രഷ്. ഇനി വീണ്ടും ലാസ്റ്റ് ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അതൊന്ന് പൈനാപ്പിൾ സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കാം. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഞാൻ എൻ്റെ മുകളിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് പുഡിംഗ് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ബ്രെഡിൻ്റെ പുഡിംഗൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് ഒക്കെ അറിയിക്കണം. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.